ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. അപ്പോൾ നമ്മൾ മദീനയിൽ എത്തിയതിന് ശേഷമുള്ള രണ്ടാമത്തെ വീഡിയോ ആണിത്. ആദ്യത്തെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ അവസാനം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഖുർആൻ പ്രിൻറ്റിംഗ് പ്രസ്സിലേക്കാണെന്ന്. അപ്പോൾ ഖുർആൻ പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ സമയത്തിൽ ലേശം ഒരു വ്യത്യാസം ഉണ്ടായതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ സിയാറത്തിന് പോയ സമയത്ത് നമുക്ക് പ്രിൻറ്റിംഗ് പ്രസ് കാണാൻ പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈവനിങ് എനിക്ക് തോന്നുന്നു 4 to 7 ആണ് പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ ടൈം. അപ്പോൾ ആ ഒരു സമയത്തേക്കാണ് നമ്മൾ യാത്ര ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലത്തെ ആ ബസ് അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ ഈ ഒരു യാത്രക്ക് നമ്മളെല്ലാവരും പേഴ്സണലി എമൗണ്ട് ഷെയർ ചെയ്തിട്ടാണ് ബസ് വിളിച്ചിട്ട് പോകുന്നത്. ഒരാൾ 15 റിയാൽ കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രിൻറ്റിംഗ് പ്രസ് കാണാൻ വേണ്ടി പോകുന്നത്. ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം വളരെ ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടാവും കേട്ടോ ഈ ഒരു സമയത്ത്. അത്യാവശ്യം വലിയ ക്യൂ തന്നെ ഉണ്ടാവും. പക്ഷേ അന്ന് നമ്മൾ പോയ സമയത്ത് ക്യൂ കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. ഞാനിതിന് മുന്നേ മലേഷ്യയിലെ പ്രിൻറ്റിംഗ് പ്രസ്സിൽ പോയിട്ടുണ്ട്. ലോകത്തിൽ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രിൻറ്റിംഗ് പ്രസ്സാണ് മലേഷ്യയിലുള്ള നസീറുൽ ഖുർആൻ കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രിൻറ്റിംഗ് പ്രസ്. അവിടുത്തെ പ്രിൻറ്റിംഗ് പ്രസ്സിൽ പോയത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് രാജാക്കന്മാർ പല രാജ്യത്തു നിന്നും മലേഷ്യയിലെ രാജാവിന് ഹദിയ അല്ലെങ്കിൽ ഗിഫ്റ്റായിട്ട് കൊടുത്ത പല ടൈപ്പ് ഖുർആനുകൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് സ്വർണം കൊണ്ട് എഴുതിയിട്ടുള്ള ഖുർആൻ, പിന്നെ പല ടൈപ്പ് ലിപിയിലുള്ള ഖുർആനുകൾ, അതൊക്കെ മലേഷ്യയിലെ ഈ ഒരു ഖുർആൻ പ്രിൻറ്റിംഗ് പ്രസ്സിൽ അവർ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മലേഷ്യയിലെ പ്രിൻറ്റിംഗ് പ്രസ് കണ്ടതുകൊണ്ട് തന്നെ മദീനയിലെ പ്രിൻറ്റിംഗ് പ്രസ്സായിട്ട് എങ്ങനെ കമ്പയർ ചെയ്യാം അല്ലെങ്കിൽ എന്താണ് വ്യത്യാസം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം മദീനയിലെ ഇപ്പം നമ്മൾ പോകുന്ന പ്രിൻറ്റിംഗ് പ്രസ്സാണ് കിങ് ഫഹദ് പ്രിൻറ്റിംഗ് പ്രസ്. ഇതാണ് വേൾഡിലെ ഏറ്റവും വലിയ ഖുർആൻ പ്രൊഡക്ഷൻ പ്രിൻറ്റിംഗ് പ്രസ്. ഇവിടേക്ക് അങ്ങനെ പ്രത്യേകിച്ച് എൻട്രി ഫീയോ ടിക്കറ്റോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം വലിയ ക്യൂ ഉണ്ടാവും. അപ്പോൾ ക്യൂ നിന്ന് നമ്മൾ അകത്തേക്ക് കയറി ഈ ഖുർആൻ പ്രിൻ്റ് ചെയ്യണതും അതുപോലെ അതിൻ്റെ ബണ്ടിൽസ് വെച്ചിട്ടുള്ളതൊക്കെ നമുക്ക് ലൈവായിട്ട് കാണാനും പറ്റും. അത് കണ്ട് തിരിച്ചിറങ്ങുന്ന സമയത്ത് നമുക്ക് ഖുർആൻ്റെ ഒരു പ്രിൻ്റ്, അതായത് ഒരു കോപ്പി നമുക്ക് ഫ്രീ ആയിട്ട് ഇവർ തരുകയും ചെയ്യും. അപ്പോൾ നമ്മളെല്ലാവരും ഖുർആൻ പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ കോമ്പൗണ്ടിൽ കയറിയിട്ടുണ്ട്. ഇതാണ് ഈ പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ ഒരു കോമ്പൗണ്ടും സറൗണ്ടിങ്സ് ഒക്കെ ആയിട്ട് വരുന്നത്. മോശമില്ലാത്ത ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്ന ക്യൂ അല്ല കേട്ടോ, ക്യൂ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഖുർആൻ പ്രിൻറ്റിംഗ് പ്രസ് കാണാനായിട്ട് നമ്മളെ ഗ്രൂപ്പിൽ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഈ പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ ബിൽഡിങ്ങും അതുപോലെ ഇതിൻ്റെ സറൗണ്ടിങ്സ് ഒക്കെ നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആണ്. നല്ല അടിപൊളിയായിട്ട് ഗാർഡൻസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫുൾ ഫ്ലവേഴ്സും പിന്നെ ബാക്കിയുള്ള സ്ഥലത്ത് പുല്ലുകളൊക്കെ ആയിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു അവർ ഈവനിങ് ടൈം ആക്കിയിട്ടുണ്ടാവുക. രാവിലെ ഈ ഒരു വെയിലത്ത് ക്യൂ നിൽക്കുമ്പോൾ അത് വരുന്നവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ അതും കൂടെ ചിലപ്പം കൺസിഡർ ചെയ്തിട്ടായിരിക്കാം ഈവനിങ് എന്നുള്ളൊരു ടൈം വെച്ചത്. അതുകൊണ്ട് തന്നെ ക്യൂ നിൽക്കുമ്പോൾ നമുക്ക് ചൂടിൻ്റെയോ അല്ലെങ്കിൽ വെയിലിൻ്റെയോ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇവിടുത്തെ ക്രൗഡും അതുപോലെ ഇവിടുത്തെ ആളുകളെയും ഈ ക്യൂ ഒക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇവർ ഡീൽ ചെയ്യുന്നത്. അതായത് വീൽ ചെയറിലുള്ള ആളുകളെ അവർ ആദ്യം തന്നെ അവിടെ സൈഡാക്കി നിർത്തും. എന്നിട്ട് നമ്മൾ എപ്പോഴാണോ ഈ ഒരു പ്രസ്സിൻ്റെ അകത്തേക്ക് എൻറ്റർ ചെയ്യണത് ആ സമയത്ത് വീൽ ചെയറിൽ ഉള്ളവർക്ക് നമ്മളെ കൂടെ നടന്നു വരാം. അപ്പോൾ നമ്മൾ പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെയും ഇതുപോലെ പല ലാംഗ്വേജസിലും അതുപോലെ പല ലിപിയിലും പല കാലിഗ്രാഫി പാറ്റേൺസിലും എഴുതിയിട്ടുള്ള ഖുർആനുകൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പല സൈസിലുള്ള ഖുർആനുകൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ പല ഇയറിലും പ്രിൻ്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഖുർആൻസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഖുർആൻ മാത്രമല്ല കേട്ടോ, ഖുർആൻ്റെ ട്രാൻസ്ലേഷൻസും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏകദേശം 39ഓളം ഭാഷയിൽ 55ഓളം വ്യത്യസ്തമായിട്ടുള്ള ഖുർആൻ ട്രാൻസ്ലേഷൻസ് അവർ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്കറിയാൻ പറ്റിയത്. ഈ ഒരു ഖുർആൻ പ്രിൻറ്റിംഗ് പ്രസ്സിൽ ഏകദേശം 1700ഓളം തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം മലേഷ്യയിൽ നിന്നും എനിക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് മലേഷ്യയിലുള്ള അത്ര എക്സിബിറ്റ്സ് ഇവിടെ ഇല്ല കേട്ടോ. മലേഷ്യയിൽ ഒരു ഫ്ലോർ ഫുള്ളും ഇതുപോലത്തെ പല ടൈപ്പ് എക്സിബിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും മലേഷ്യയിലെ പ്രിൻറ്റിംഗ് പ്രസ് കാണണമെങ്കിൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഏറ്റവും ആദ്യം അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒന്ന് പോയി നോക്കിയാൽ മതി.
ഞാൻ ശരിക്കും പറഞ്ഞാൽ മലേഷ്യയിൽ പോയി വന്നതിന് ശേഷമാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മലേഷ്യ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു 5-6 ദിവസം മലേഷ്യയിൽ സ്പെൻഡ് ചെയ്ത ആ ഓരോ ദിവസവും ഞാൻ വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മലേഷ്യൻ സീരീസിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലേഷ്യയിലെ ഖുർആൻ പ്രിൻറ്റിംഗ് പ്രസ്സൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ ഫുള്ള് ഇതുപോലെ എക്സിബിറ്റ്സ് ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് ക്യൂ നേരെ പോയിട്ട് പിന്നെ നമ്മൾ തിരിഞ്ഞു വരുമ്പോൾ ഇതുപോലെ ഒരു ഗാലറിയാണ്. ആ ഗാലറിയിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ പ്രിൻറ്റിങ്ങും അതുപോലെ അത് അടുക്കി വെക്കണതും പിന്നെ അതിൻ്റെ റോള് വെച്ചിട്ടുള്ളതും പിന്നെ ഈ ഖുർആൻ ഇതാ പ്രിൻ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു 4-5 അട്ടി പോലെ വരുന്നതും എല്ലാം നല്ല രസത്തിൽ കാണാൻ പറ്റും. മലേഷ്യയിൽ എനിക്ക് തോന്നുന്നു ഇത്ര അടിപൊളിയായിട്ട് കാണാൻ പറ്റില്ല. കാരണം ഈ ഗാലറീൻ്റെ അവിടെ ഒരു ഗ്ലാസ് ഉണ്ട്. ആ ഒരു ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഗ്ലാസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ നല്ല രസത്തിൽ അവിടെ ജോലിക്കാർ ജോലി ചെയ്യണതും പലരും പല ജോലിയിൽ ഏർപ്പെട്ടിരിക്കുക കേട്ടോ. അതൊക്കെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ ഏകദേശം 10 മില്യൺ കോപ്പിയാണ് ഒരു ഇയറിൽ പ്രൊഡക്ഷൻ ചെയ്യണത്. ഇവിടെ നിന്നാണ് സൗദിയിലേക്കും വേറെ പല രാജ്യങ്ങളിലേക്കും ഖുർആൻ എക്സ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ ബാക്കിയുള്ള ഫാക്ടറീസ് കാണാൻ പോണ പോലെ അല്ല കേട്ടോ. ഭയങ്കര കാമായിട്ടും അതുപോലെ ഭയങ്കര സൂക്ഷ്മമായിട്ടും ചെയ്യുന്ന വർക്കുകളാണ് ഇതൊക്കെ. ഒരു തരത്തിലുള്ള ശബ്ദങ്ങളോ ബഹളങ്ങളോ ഒന്നുമില്ല, ഭയങ്കര സൈലൻ്റ് ആണ് ഇവിടെ. അപ്പോൾ അതേ നമ്മൾ ഈ കാണുന്നത് ഖുർആൻ പ്രിൻ്റ് ചെയ്ത് റെഡിയായി വരുന്ന കോപ്പീസ് അവർ കൗണ്ട് ചെയ്ത് തിട്ടപ്പെടുത്തി എടുത്തു വെക്കുന്നതാണ്. അതുപോലെ ഈ കാണുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പേജ് ആ ഒരു സൈസിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതും അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് ഈ ഖുർആനിന് യൂസ് ചെയ്യുന്ന ആ ഒരു ഷീറ്റിൻ്റെ വലിയ റോളാണ്. ഇവിടെ പല ഏരിയയിലും പല പ്രോസസ്സുകളാണ് നടക്കുന്നത് കേട്ടോ. നമ്മൾ ഈ ഒരു ഏരിയയിൽ കാണുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ ഹാർഡ് കോപ്പി ആവുന്നതിൻ്റെ മുന്നേ അത് മെഷീൻ വെച്ചിട്ട് കറക്ഷൻ ചെയ്യും. അതായത് എന്തെങ്കിലും തെറ്റുകളുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ നോക്കും. അപ്പോൾ അത്രയും അവർ സൂക്ഷ്മമായിട്ടാണ് ഇവിടുത്തെ ഓരോ പ്രോസസ്സുകളും അവർ ചെയ്യണതും. അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഈ ഒരു കംപ്ലീറ്റ് പ്രിൻറ്റിങ് പ്രോസസ്സും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ പുറത്തായിട്ട് നമുക്ക് ഇവിടെ പ്രിൻ്റ് ചെയ്യുന്ന ഖുർആനുകളോ അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻസൊക്കെ വാങ്ങിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടിയുണ്ട്. അവിടെ ഒരു ചെറിയ ഇവരുടെ ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അത് തന്നെ ഏറ്റവും ചീപ്പറായിട്ട് നമുക്ക് കിട്ടുക ഈ ഒരു ഔട്ട്ലെറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഖുർആൻ പ്രിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്ന സമയത്താണ് ഈ പറഞ്ഞ പോലെ വരുന്ന എല്ലാവർക്കും ഓരോ ഖുർആൻ ഫ്രീ കൊടുക്കുന്നത്. സാധാരണ നമ്മൾ മക്കയിലും മദീനയിലൊക്കെ പോയാൽ കാണുന്ന ആ ഒരു ഗ്രീൻ കളർ ഖുർആൻ ഉണ്ടല്ലോ, അപ്പോൾ അതാണ് സാധാരണ ഇവിടെ കൊടുക്കാറ്. പക്ഷേ നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നത് യെല്ലോ കളറായിരുന്നു, അതിനേക്കാളും കുറച്ചും കൂടെ ചെറുത്. പക്ഷെ എനിക്ക് തോന്നുന്നു അതൊന്നും കൂടെ ഒരു ബാഗ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ നമ്മളെല്ലാവരും നമുക്ക് ഫ്രീ കിട്ടിയ ഖുർആൻ കൂടാണ്ട് തന്നെ ഞാൻ പറഞ്ഞ ആ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടല്ലോ, അവിടെ പോയി അവിടെ നിന്ന് കുറച്ച് ആവശ്യമുള്ളവരൊക്കെ കുറച്ച് ഖുർആനുകളും കാര്യങ്ങളൊക്കെ വാങ്ങി. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പോലെ അത്രയും ഒന്നും കിട്ടൂല, അതിനൊക്കെ ഓരോ ലിമിറ്റ് ഉണ്ട്. കാരണം ചില സമയത്ത് ഇവർ ഡിമാൻഡ് കൂടും. അപ്പോൾ ആ ഒരു സമയത്ത് ഒരാൾക്ക് തന്നെ ഒരു 4ഉം 5ഉം ഒന്നും ഖുർആനുകൾ വാങ്ങിച്ച് വരാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വാങ്ങിക്കാൻ ചിലപ്പോൾ 1-2 കോപ്പിയൊക്കെ അവർ തരുള്ളൂ. പിന്നെ അവിടെ തന്നെ ഖുർആൻ വാങ്ങി പള്ളിയിലേക്ക് വഖഫ് ചെയ്യുന്നവരും ഉണ്ട്. അപ്പം ഞാൻ ഈ കാണിക്കുന്നത് നമ്മൾ മദീനയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്ന ബിൽഡിംഗ് ആണ്. ഇതുപോലെ ഒരു ഫ്ലോറിൽ തന്നെ ഇഷ്ടം പോലെ ഫ്ലാറ്റുകളുണ്ട്. 1, 2, 3, 4, 5, 10 ഒന്നല്ല കേട്ടോ, അതിൽ കൂടുതലുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം. മക്കയിൽ ഞങ്ങൾ താമസിച്ച റൂമിൽ എങ്ങനെയൊക്കെയോ അവർ 4 പേരെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ മദീനയിലെ റൂം നല്ല വിശാലമായിട്ടുള്ള റൂമായിരുന്നു, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമായിരുന്നു കേട്ടോ. നമുക്ക് നല്ലൊരു വാർഡ്രോബും പിന്നെ ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു, ഇതുപോലെ വാഷ്റൂമും. അപ്പം നമ്മളൊക്കെ നമ്മളെ ലഗേജസും കാര്യങ്ങളൊക്കെ ഫുൾ പാക്ക് ചെയ്തു റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവുക പോകുന്നതിൻ്റെ തലേ ദിവസം ആയിരിക്കണം. ഇതാണ് നമ്മൾ താമസിച്ചിട്ടുള്ള ഹോട്ടലിൻ്റെ ലോബി. അത്യാവശ്യം വലിയ ലോബിയാണ്.
ഇത് അത്യാവശ്യം വലിയൊരു ബിൽഡിംഗ് ആണ് കേട്ടോ. ഒരു 4-5 ലിഫ്റ്റ് തന്നെ ഉണ്ട് നമുക്ക് കയറാനും ഇറങ്ങാനും. അത്ര തന്നെ ആളുകളും ഉണ്ട് കേട്ടോ. ഈ ലോബീൻ്റെ ഒരു സൈഡിലായിട്ട് ഇതുപോലെ ചെറിയൊരു കഫേ ഉണ്ട്. സാധാരണ ഈ ലോബിയൊന്നും നിങ്ങൾ ഇത്ര കാലിയായിട്ട് കാണൂല കേട്ടോ. ഇത് ഞാൻ പുലർച്ചെ ഈവൻ ഫജർ നമസ്കാരത്തിൻ്റെ മുന്നേ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പം ഇങ്ങനെ കാലിയായിട്ട് കിടക്കുന്ന ലോബി കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തേ ഉള്ളൂ. അപ്പം നമ്മൾ പള്ളിയിലേക്കാണ് പോണത്. അപ്പോൾ ഇന്ന് നമ്മളുടെ ലാസ്റ്റ് ഡേ ആണ്. ഇന്ന് ഉച്ചയോടുകൂടെ നമ്മൾ ഇറങ്ങും. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മദീനയിൽ നിന്നും പുറപ്പെടും. തിരിച്ചു പോവാണ് നാട്ടിലേക്ക്. അപ്പോൾ ഇന്ന് രാവിലത്തെ ഫജർ പ്രെയർ കഴിഞ്ഞതിന് ശേഷം നമ്മളോടൊരു പോയിന്റിലേക്ക് എത്തിച്ചേരാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മക്കയിൽ പോയപ്പോൾ മസ്ജിദുൽ ഹറം ഫുള്ളായിട്ട് നമ്മൾ ഒന്ന് കറങ്ങി കണ്ടല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ഇന്ന് മസ്ജിദുൻ നബവി ഫുള്ളായിട്ട് പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ ദിവസമായിരുന്നു. നമ്മൾ പോയ ഒരു സമയമൊക്കെ വലിയ തിരക്കില്ലാത്ത സമയങ്ങളായതുകൊണ്ട് തന്നെ ഇപ്പം മസ്ജിദുൻ നബവിയിലാണെങ്കിൽ തന്നെ എല്ലാ ദിവസവും ഒന്നും ഓപ്പൺ ആക്കില്ല. അപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുനിന്നും ഈ പള്ളീൻ്റെ അകത്തേക്ക് കയറണമെങ്കിൽ കുറേ അങ്ങോട്ട് ചുറ്റി പോകണം. മാത്രമല്ല എല്ലാ ഡോഴ്സും ഒന്നും തുറക്കില്ല. മേ ബി 1-2 ഡോറുകൾ മാത്രമേ അവർ തുറക്കുള്ളൂ. അതിലൂടെ മാത്രമേ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അധിക സമയവും പ്രെയർ ടൈം ആകുമ്പം നമ്മൾ പുറത്ത് തന്നെ എവിടെയെങ്കിലും സ്ഥലമൊക്കെ കിട്ടുമ്പോൾ ഞാൻ വേഗം അവിടെ നിന്നിട്ടാണ് നിസ്കരിക്കാറ്. മദീനയിൽ വന്നതിന് ശേഷം തന്നെ ഞാൻ 1-2 പ്രാവശ്യമേ പള്ളീൻ്റെ അകത്തേക്ക് കയറിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ വന്നതുകൊണ്ട് കേട്ടോ നമുക്ക് പള്ളീൻ്റെ അകത്തൊക്കെ കയറാൻ പറ്റിയതും നമുക്കിവിടെ ഇരിക്കാനൊക്കെ സ്പേസ് കിട്ടിയതും. പിന്നെ മസ്ജിദുൽ ഹറമും മസ്ജിദുൽ നബവി ആയിട്ടുള്ളൊരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മസ്ജിദുൽ ഹറമിൻ്റെ പരിധിയിൽ വരുന്ന ഏത് സ്ഥലത്ത് പോയി നമസ്കരിച്ചാലും നമുക്ക് മസ്ജിദുൽ ഹറമെന്ന് നമസ്കരിച്ചതിൻ്റെ അതേ പ്രതിഫലം തന്നെ കിട്ടും. പക്ഷേ മസ്ജിദുൽ നബവിയിൽ പള്ളീൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഇമാമ് നിൽക്കുന്നതിൻ്റെ ബാക്കിലോ ആയിട്ടുള്ള ആ ഒരു ഏരിയയിൽ നിന്നാലും മാത്രമേ നമുക്ക് മസ്ജിദുൽ നബവിയിൽ വന്ന് നമസ്കരിച്ചതിൻ്റെ പ്രതിഫലം കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ പള്ളീൻ്റെ അകത്തോ അല്ലെങ്കിൽ ഇമാമിൻ്റെ ബാക്കിലായിട്ട് വരുന്ന ആ ഒരു ഏരിയയിലോ ആയിട്ട് എന്തായാലും എത്തിപ്പെട്ടേ പറ്റൂ. അങ്ങനെ നമ്മൾ ഫജർ നമസ്കാരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും പള്ളി കാലിയായി. ഇനി നമ്മളെല്ലാവരും നമ്മളോട് പറഞ്ഞ മീറ്റിംഗ് പോയിന്റിലേക്ക് പോവാണ്. ഇവിടെ കണ്ടോ ചെരുപ്പൊക്കെ വെക്കാൻ ഇതുപോലെ ഒരുപാട് റാക്കും ഷെൽഫും ഒക്കെ ഉണ്ട്. അതുപോലെ ഈ വാതിലുകളൊക്കെ കണ്ടോ എന്തൊരു വലിപ്പമുള്ള വാതിലുകളാണ്. നിങ്ങൾക്ക് ക്യാമറയിൽ കണ്ട എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പം ചെരുപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചെരുപ്പ് അവിടെ ഊരി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ അത് തിരിച്ചു കിട്ടുള്ളൂ. മക്കയിലും മദീനയിലും ഒക്കെ പോകുമ്പം ഏറ്റവും ബെസ്റ്റ് എന്താ വെച്ചാൽ നമ്മളെ ബാഗിൽ ഒരു കവർ വെക്കണതാണ്. എന്നിട്ട് നമ്മളെ ചെരുപ്പ് ആ ഒരു കവറിൽ വെച്ചിട്ട് അത് നമ്മളെ കയ്യിലെടുക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലാണ്ട് നമ്മൾ ചെരുപ്പ് അവിടെ ഇവിടെ റാക്കിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കിട്ടിക്കൊള്ളണമെന്നില്ല. അങ്ങനെ നമ്മൾ ബാക്കിയുള്ളവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു കാഴ്ച എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. മസ്ജിദുൻ നബവിയിലെ ഈ ഒരു കുടകൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. വെയിലത്തുനിന്നും മഴയിൽ നിന്നും ഒക്കെ നമുക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഏകദേശം ഇതുപോലത്തെ 250 കുടകളുണ്ട്. ഇത് സൂര്യൻ്റെ പൊസിഷനും കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും ചെയ്യും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സൺലൈറ്റ് അകത്തേക്ക് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പല ഡിഫറെൻറ്റ് ഹൈറ്റിലായിട്ടാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഏകദേശം 90 km/h വരുന്ന കാറ്റിന് 10 മിനിറ്റോളം, അതുപോലെ 120 km/h വരുന്ന കാറ്റിന് 5 മിനിറ്റോളം വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും ഉണ്ട്. ഈ കുടകൾ തമ്മിൽ തട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ വളരെ സീക്വൻഷ്യലായിട്ടാണ് ഇതിൻ്റെ ഓപ്പണിംഗ് വരുന്നത്. എല്ലാം ഒരുമിച്ചല്ല തുറക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇതോടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ മദീനയിൽ കുറച്ച് കാഴ്ചകളും പിന്നെ നമ്മൾ തിരിച്ച് പോരുന്ന വിശേഷങ്ങളുമാണ് ഉണ്ടാവുക കേട്ടോ. അങ്ങനെ ചെറിയ കുട്ടികളെ പോലെ ഈ കുട നിവർന്ന് വരുന്നത് വീഡിയോ എടുക്കുകയും ചെയ്തു. ഞാനിങ്ങനെ കണ്ണ് വെട്ടാണ്ട് നോക്കിയിരിക്കുകയും ചെയ്തു. അപ്പോൾ ഫജർ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ദിസ് ഇസ് ഫറ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.